വീണ്ടും നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക നമ്മളെ ഞെട്ടിക്കാൻ റെഡിയാകുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമയായിരുന്നു കട ബിലാൽ എന്ന സിനിമ അല്ലേ. എന്നാൽ ആ സിനിമയുടെ ഒരു അപ്ഡേഷൻ കുറച്ച് വൈകി പോകുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ സിനിമ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അഥവാ ആ സിനിമ വന്നില്ലെങ്കിലും നമുക്ക് വലിയ നിരാശയൊന്നുമില്ല. അതിനെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ളൊരു സാധനമാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടും. കാരണം ഞെട്ടിക്കും മമ്മൂക്ക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആസിഫ് അലി, മമ്മൂക്ക, നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിയില്ലേ. വീണ്ടും ഗ്യാങ്സ്റ്റർ റോളിലേക്ക് നമ്മുടെ മമ്മൂക്ക എത്തുന്നു. 25-ാമത്തെ വയസ്സിലും യുവ പ്രതിഭകളെ പോലും പിന്നിലാക്കിക്കൊണ്ട് മമ്മൂക്കയുടെ പ്രകടനം കാണാൻ നമ്മളെല്ലാവരും ആകാംക്ഷയാണ്. കാരണം പ്രൊജക്റ്റ് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഞെട്ടി എന്നുള്ളതാണ്. മട്ടാഞ്ചേരി മാഫിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ ഊത്തലും കുരുപൊട്ടലും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ സിനിമയായി കാണാതെ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സിനിമ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് അല്ലേ. ആ സിനിമയിൽ ചില കഥാപാത്രങ്ങൾ ചിലപ്പം പല പേരുകളായിട്ട് വരാറുണ്ട്. ഇതിനകത്തൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് സിനിമയെ പോലും നശിപ്പിക്കാൻ നടക്കുന്ന ചില വേട്ടാവളിയന്മാരായിട്ടുള്ള ആളുകൾക്ക് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കുരുപൊട്ടും ഊത്തലുണ്ടാവും. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നത് ആരാണെന്നും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കുരുപൊട്ടി ഒലിക്കൽ തന്നെയാണ്. ഇപ്പോഴും ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ പുറത്തു വിട്ട സമയത്ത് പോലും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കൂല. കാരണം തലയ്ക്കകത്ത് ലശേഷം പോലും തലച്ചോറില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള ചിന്താഗതിയും പ്രവർത്തികളൊക്കെ ഈ വെട്ടാവളിയന്മാർക്ക് ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമയാണ് പാട്രിയോട്ട്. ഈ വരുന്ന 23-ാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. മഹേഷ് നാരായണൻ്റെ ചിത്രമാണ്. 150 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ വലിയ താരനിര എത്തുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്നത്. ആദ്യം ക്യൂബ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ഖാലിദ് റഹ്മാൻ്റെ ഒരു സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു. എന്നാൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഖാലിദ് റഹ്മാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും മറ്റ് ചില പ്രമുഖരും ചേർന്നുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആസിഫ് അലിയും നെസ്ലിനും മമ്മൂക്കയുമാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിരുന്നത്. കാത്തിരിക്കാം. ഈ സിനിമയുടെ ഒരു അപ്ഡേഷൻ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടി തന്നെ ഇരിക്കുകയാണ്. കാരണം മലയാള സിനിമയിൽ ഒരു കഥാപാത്രത്തിലൂടെ വന്ന് പ്രേക്ഷകരെ ഞെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടനല്ലാതെ മറ്റൊരു നടനില്ല എന്നുള്ളത് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന തന്നെയാണ്. അത് നമ്മൾ പറയണ്ട. ഒരു കഥാപാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ക്യാരക്ടറിലേക്കോ മമ്മൂക്ക മാറുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നതിലപ്പുറം പെർഫോം ചെയ്ത് സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു വലിയൊരു നടൻ തന്നെയാണ് നമ്മുടെ മമ്മൂക്ക. ഇപ്പം ബസൂക്ക എന്നൊരു സിനിമ അത് ഫ്ലോപ്പ് ചിത്രമായിരുന്നു. പക്ഷേ അതിനകത്ത് ആ ഒരു അവസാനത്തെ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ അത് ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. എന്നാൽ ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയിൽ വേറെ ഏതെങ്കിലും ഒരു നടൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബോറ് തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ബസൂക്ക എന്ന സിനിമയുടെ റിവ്യൂ പറഞ്ഞ സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഞാൻ ഓരോ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ ബസൂക്കയുടെ കാര്യം പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ കുറിച്ചിട്ട് ഞാൻ ഇനി എന്താ പറയേണ്ടത്. എന്തായാലും നമ്മുടെ മലയാളത്തിലേക്ക് ഈ വർഷം ഒരു പിടി പുതിയ പുതിയ പ്രതീക്ഷകളുള്ള സിനിമകൾ റിലീസിനായിട്ട് എത്താൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ സിനിമകൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മളിനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഏപ്രിൽ 2-ാം തീയതി ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ നമുക്ക് മുന്നിലെത്തുന്നുണ്ട്. ദൃശ്യം 1ഉം 2ഉം ഗംഭീര വിജയം നേടിയ സിനിമ. അപ്പോൾ ആ ഒരു വിജയത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിരിക്കുമോ ദൃശ്യം 3 എന്നുള്ളതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ആട് 3. ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല ആ സിനിമ കണ്ടിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയില്ല എന്നുള്ളത് എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ പ്രേക്ഷകരിലേക്ക് ഞാൻ ഇതിനു മുമ്പ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മട്ടാഞ്ചേരി മാഫിയയുടെ വിശേഷങ്ങൾ ഇനി എന്തൊക്കെയാണ്, മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണ്, മമ്മൂക്കയുടെ ആ ഒരു ലുക്ക് എന്താണ് എന്നൊക്കെയാണ് ഇനി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. ക്യൂബ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ മറ്റൊരു സിനിമ കൂടെ മമ്മൂക്കയുടേതായിട്ട് ഇനി പുറത്തു വരാനുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സംവിധാനമായിട്ടുള്ള അൻവർ റഷീദും മമ്മൂക്ക കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു വലിയൊരു സിനിമ ഒരുങ്ങാൻ പോകുന്നുള്ള വാർത്തയും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. കാത്തിരിക്കാം. ഒരുപാട് നല്ല നല്ല സിനിമകളായിട്ട് മമ്മൂക്ക നമ്മളെ ഇനിയും വിസ്മയിപ്പിക്കട്ടെ, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു എല്ലാവർക്കും